വാട്ട്സ്ആപ്പ് യൂട്യൂബ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്ന് നമുക്ക് ജിമ്മിൽ ഫുൾ ഡേ ആണ് ഇന്ന് വർക്കൗട്ട്. അപ്പോൾ ഇന്ന് ആശാനും നിരുജും ഉണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ അവരുണ്ടായിരുന്നു. ആശാൻ ഞാൻ പറഞ്ഞ മാതിരി 2 ആഴ്ച നമ്മളോട് വർക്കൗട്ട് ചെയ്യുന്നുണ്ടാവും. പിന്നെ നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. നമുക്ക് അധികം വൈകാതെ വീഡിയോയിലേക്ക് കിടക്കാം. ഇന്നത്തെ വീഡിയോയിൽ കൂടുതൽ സമയം നിങ്ങൾ കേൾക്കാൻ പോകുന്നത് എൻ്റെ വോയിസ് ഓവർ ആയിരിക്കും. കാരണം ഈ വീഡിയോ ഞങ്ങൾ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഞങ്ങളുടെ ജിമ്മിൽ നല്ല ലൗഡ് മ്യൂസിക് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ മൈക്കൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഞങ്ങളുടെ വോയിസ് ഒട്ടും കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഞാനൊന്ന് ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. രണ്ടാമത്തെ ദിവസം ആദ്യം തന്നെ ഞങ്ങൾ പുള്ളപ്പിൽ നിന്നാണ് യൂഷ്വലി സ്റ്റാർട്ട് ചെയ്യാറ്. കാരണം പുള്ളപ്പ് എന്ന് പറയുന്നത് ഒരു ഗ്രേറ്റ് ബാക്ക് വർക്കൗട്ടാണ്. അതുമാത്രമല്ല നാച്ചുറൽ മൂവ്മെൻ്റ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ബാക്കിൻ്റെ ഫുൾ മസിൽസ് ആക്ടിവേറ്റ് ചെയ്യുന്നൊരു എക്സസൈസാണ് പുള്ളപ്പ്. അത് പുള്ളപ്പ് ചെയ്യുന്ന സമയത്ത് ഞാൻ എപ്പോഴും ഫോക്കസ് ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മുടെ സ്കാപ്പുലർ മൂവ്മെൻറ്റ്. താഴോട്ട് വരുന്ന സമയത്ത് നല്ല ഡീപ്പ് സ്ട്രെച്ചും പിന്നെ മേലോട്ട് പോകുമ്പോൾ നല്ലോണം ബാക്ക് സ്ക്വീസ് ചെയ്യാനും ശ്രമിക്കുക. ഒരു സെറ്റ് പുള്ളപ്പ് ചെയ്ത് ബാക്ക് മൊത്തം വാമായി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നേരെ ലാറ്റ് പുൾ ഡൗണിലേക്കാണ് കടന്നത്. ഇവിടെ പ്രൈമറി ഗോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാറ്റ്സിന് നല്ല വിട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ എക്സസൈസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മൂവ്മെൻറ്റ് എപ്പോഴും കൺട്രോൾഡ് ആയിരിക്കണം. എസ്പെഷ്യലി നമ്മുടെ എസെൻട്രിക്സ് നമ്മൾ തിരിച്ച് വിടുന്ന സമയത്ത് വെറുതെ മൊമെൻറ്റത്തിൽ വിടാതെ നല്ലോണം കൺട്രോൾ മൊമെൻറ്റത്തിൽ വിടാനാണ് ഞങ്ങൾ രണ്ടുപേരും എപ്പോഴും ശ്രമിക്കുന്നത്. 3 സെറ്റ് ലാറ്റ് പുൾ ഡൗണിന് ശേഷം നമ്മൾ ചെയ്യാൻ പോകുന്ന എക്സസൈസ് സീറ്റഡ് ചെസ്റ്റ് സപ്പോർട്ടഡ് റോ ആണ്. നമ്മുടെ ബാക്കിന് എസ്പെഷ്യലി മിഡ് ബാക്കിന് നല്ല തിക്നെസ് വരുത്തുന്ന ഒരു എക്സസൈസാണ്. പിന്നെ ചെസ്റ്റ് സപ്പോർട്ടഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വേറെ മൂവ്മെൻറ്റും കാര്യങ്ങളൊന്നും വരില്ല. ഫുൾ ബാക്ക് ആക്ടിവേഷൻ ആയിരിക്കും തന്നെ കിട്ടുക. 3 സെറ്റ് സീറ്റഡ് റോ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത എക്സസൈസ് സ്ട്രെയിറ്റ് ആം പുൾ ഓവറാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ ലാറ്റ്സിന് ഏറ്റവും കൂടുതൽ ഐസൊലേഷൻ കിട്ടി ഗ്രോ ചെയ്യാൻ പറ്റുന്ന വളരെ നല്ലൊരു എക്സസൈസാണ് സ്ട്രെയിറ്റ് ആം പുൾ ഓവർ. ഈ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെയിറ്റ് അല്ല ഇതിന് പ്രധാനം. നമ്മൾ നല്ലോണം ഓരോ മൂവ്മെൻറ്റും നല്ല കൺട്രോൾഡിൽ നല്ല സ്ക്വീസ് ചെയ്തിട്ട് നല്ലോണം ഫീൽ ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ലാറ്റ്സിന് ഗ്രോത്ത് കിട്ടുന്ന ഏറ്റവും നല്ലൊരു എക്സസൈസ് തന്നെയാണത്. ഞങ്ങളിന്ന് 3 വർക്കിംഗ് സെറ്റാണ് എല്ലാ എക്സസൈസിനും ചെയ്തത്. അതുകൊണ്ട് ഇനി അടുത്ത എക്സസൈസ് പറയുന്ന സമയത്ത് ഞാൻ 3 സെറ്റാണെന്ന് എടുത്ത് പറയുന്നില്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ അടുത്ത എക്സസൈസ് ആയിട്ടുള്ള ഫേസ് പുള്ളിലേക്ക് കിടക്കാം. നമ്മൾ എന്ത് എക്സസൈസ് ചെയ്യുമ്പോഴും നമ്മൾ ചെയ്യുന്ന എക്സസൈസ് നല്ലോണം ഫീൽ ചെയ്ത് വേണം ചെയ്യാൻ. എസ്പെഷ്യലി ഫേസ് പുൾ എന്ന് പറയുന്ന ഒരു എക്സസൈസ് ഈസിലി എല്ലാവരും റോങ് ആയിട്ട് ചെയ്ത് ഞാൻ കാണുന്ന ഒരു എക്സസൈസാണ് ഫേസ് പുള്ള് ചെയ്യുന്ന സമയത്ത് ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ വെയിറ്റ് ചൂസിങ്. നമ്മൾ ചൂസ് ചെയ്യുന്ന വെയിറ്റിൽ നമ്മുടെ ബോഡി വെറുതെ ചുമ്മാ കിടന്ന് ആടാതെ നല്ല കൺട്രോൾഡായിട്ട് റിയർ ഡെൽറ്റ് നല്ലോണം സ്ക്വീസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു റിയർ ഡെൽറ്റ് ഡെവലപ്മെൻറ്റ് കിട്ടുന്നതായിരിക്കും. അങ്ങനെ ഇന്ന് നമ്മുടെ ബിഗ് മസിൽ ഗ്രൂപ്പായിട്ടുള്ള ബാക്കിൻ്റെ എല്ലാ എക്സസൈസും കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇനി നമുക്ക് ബൈസെപ്സിൻ്റെ വർക്കൗട്ടുകളിലേക്ക് കിടക്കാം. ഇന്ന് നമ്മൾ ബൈസെപ്സിന് 3 എക്സസൈസാണ് ചെയ്യുന്നത്. ബേഷ്യൻ കേബിൾ കേൾ, ഇൻക്ലൈൻ സ്പൈഡർ കേൾ ആൻഡ് ഡംബൽ ഹാമർ കേൾ. ബേഷ്യൻ കേബിൾ കേൾ ഒരു 6 മന്ത്സ് ആയിട്ടുള്ളൂ ഞാൻ ഈ എക്സസൈസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. നിങ്ങളും നിങ്ങളുടെ വർക്കൗട്ടിൽ ഇത് ചെയ്യുന്നില്ലെങ്കിൽ മസ്റ്റായിട്ട് ഇൻക്ലൂഡ് ചെയ്യേണ്ട ഒരു അടിപൊളി എക്സസൈസ് തന്നെയാണ് ഈ ബേഷ്യൻ കേബിൾ കേൾ. ഈ എക്സസൈസിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബൈസെപ്സിൻ്റെ ലോങ് ഹെഡിനെ ഐസൊലേറ്റ് ചെയ്ത് നല്ല ഗ്രോത്ത് തരുന്നൊരു എക്സസൈസ് തന്നെയാണ്. ഈ എക്സസൈസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മുടെ കൈയുടെ പൊസിഷനാണ്. നമ്മുടെ സ്ലൈറ്റ്ലി ബിഹൈൻഡ് ബോഡിയിൽ നമ്മുടെ കൈയുടെ പൊസിഷൻ ലോക്ക് ചെയ്തിട്ട് നല്ല ഡീപ്പ് സ്ട്രെച്ചും നല്ല സ്ക്വീസും ചെയ്ത് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ബൈസെപ്സ് ഇപ്പോൾ വരുന്ന ഗ്രോത്ത് മാതിരിയല്ല, നല്ല അടിപൊളിയായിട്ട് നിങ്ങളുടെ ബൈസെപ്സിന് ഗ്രോത്ത് തരുന്ന ഒരു അടിപൊളി എക്സസൈസ് തന്നെയാണ് കേട്ടോ അത്. ഞാൻ ചുമ്മാ പറയല്ല, നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് എന്നോട് പറ. ഇനി നമ്മുടെ ബൈസെപ്സിൻ്റെ സെക്കൻഡ് വർക്കൗട്ടായിട്ടുള്ള ഇൻക്ലൈൻ സ്പൈഡർ കേബിൾ കേളിലേക്ക് നമുക്ക് കടക്കാം. നമ്മുടെ ബൈസെപ്സിന് നല്ല പീക്ക് വരുന്ന ഒരു അടിപൊളി എക്സസൈസ് തന്നെയാണ് കേട്ടോ ഈ ഇൻക്ലൈൻ സ്പൈഡർ കേബിൾ കേൾ. നിങ്ങൾ ഈ എക്സസൈസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നല്ല ഡീപ്പ് സ്ട്രെച്ചും കൊടുക്കുക, നല്ല സ്ക്വീസ് അറ്റ് ദ ടോപ്പും കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ
നിങ്ങൾക്ക് നല്ല പീക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മൾ നമ്മുടെ ഇന്നത്തെ വർക്കൗട്ടിൻ്റെ ലാസ്റ്റ് എക്സസൈസ് ആയിട്ടുള്ള ഹാമർ കേളിലേക്ക് കടക്കാൻ പോവാം. ഇന്ന് നമ്മൾ ഹാമർ കേൾ ചെയ്യുന്നത് ഡംബലിലാണ്. ഇത് ചെയ്യാനായിട്ട് ഇന്ന് നല്ല രസമായിരുന്നു. കാരണം ഞങ്ങൾ ഈ എക്സസൈസ് ചെയ്ത സമയത്ത് നല്ലോണം എൻജോയ് ചെയ്തത്. കാരണം ഞങ്ങൾക്ക് 3 പേർക്കും കൂടി ഒരുമിച്ച് നല്ല അടിപൊളിയായിട്ട് നല്ല സിംഗിൾ ചെയ്യാൻ പറ്റിയൊരു എക്സസൈസ് തന്നെയായിരുന്നു ഈ ഹാമർ കേൾ. ഹാമർ കേൾ ചെയ്യുന്ന സമയത്ത് കുറച്ച് ഈഗോ ലിഫ്റ്റിംഗ് ഒക്കെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. കാരണം നമ്മൾ കുറച്ച് ഈഗോ ലിഫ്റ്റിംഗ് ചെയ്താലും നമ്മുടെ ബ്രേക്കിയാലിസിന് നല്ല ആക്ടിവേഷൻ കിട്ടുന്നൊരു അടിപൊളി എക്സസൈസാണ്. നമ്മുടെ ബൈസെപ്സിന് നല്ല വിട്ടും തരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളി എക്സസൈസ് തന്നെയാണ് കേട്ടോ ഈ ഹാമർ കേൾ. ഞങ്ങളിന്ന് ചെയ്തപ്പോൾ മാക്സിമം കൺട്രോളിൽ തന്നെ ചെയ്യാൻ നോക്കിയത്. കാരണം ഇത് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾക്ക് ആ ഒരു സിംഗിൾ ചെയ്യാനായിട്ട് നല്ല രസമുണ്ടായിരുന്നു. അതുകൊണ്ട് മാക്സിമം കൺട്രോൾ മൂവ്മെൻറ്റ് തന്നെയായിരുന്നു കേട്ടോ ഞങ്ങൾക്ക്. അങ്ങനെ എല്ലാ എക്സസൈസും തീർന്നു എന്ന് വിചാരിച്ചിരുന്ന എനിക്കൊരു സർപ്രൈസ് ആശാൻ തന്നു. ഇന്ന് 4 ആംസും കൂടി ട്രെയിൻ ചെയ്യാനുണ്ടെന്ന് ആശാൻ പറഞ്ഞു. അപ്പോൾ 4 ആംസ് ഞങ്ങൾ ട്രെയിൻ ചെയ്യാനായിട്ട് പോയി. ആ സമയത്ത് ഒരു കോമഡി പരിപാടി നടന്നു കേട്ടോ. അതെന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അങ്ങനെ ഫൈനലി നമ്മുടെ എല്ലാ എക്സസൈസും കഴിഞ്ഞു. നമ്മൾ നേരെ ഒരു പോസിങ് സെഷനിലേക്ക് കടന്നു. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും എങ്ങനെയുണ്ടായിരുന്നു ഒന്ന് കമൻറ്റ് ചെയ്തേരെ. പിന്നെ ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്, ഈ വീഡിയോ കണ്ടവർ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേരെ. സോ അൺടിൽ വി സീ യു ഗൈസ് അഗൈൻ, പീസ്.